വീട്ടിലേക്ക് വരുമ്പോ ഉം. അനിയൻ 1ാം ക്ലാസ്സിലാണ് ഇപ്പൊ പഠിക്കുന്നത്. അപ്പൊ അതെ, നിങ്ങൾ തമ്മിൽ ഏകദേശം ഒരു 18 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട്. അപ്പോൾ മമ്മി പ്രഗ്നന്റ് ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശേഷം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, അതെങ്ങനെയായിരുന്നു ആ സമയത്ത്? ബ്രദർ ആയിരിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്ന തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും. അതെ, അതെ. അപ്പോൾ എങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിലുള്ള ഒരു അവന്റെ ജനനത്തെ അനുഭവങ്ങൾ? കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ അനിയന്റെ മരണത്തെ കുറിച്ചും പറയണം. ഉം. അതായത് അവൻ മരിച്ചു കഴിഞ്ഞു. അത് ഞാൻ +2 പഠിക്കുന്ന സമയത്താണ്. ഞങ്ങൾ സാധാരണ വിൻസെൻഷൻസ് 10 കഴിഞ്ഞൊരു കൊച്ച് +2 കഴിഞ്ഞിട്ടാണ് അവൻ ന്യൂഷേറ്റിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ ആദ്യവ്രത വാഗ്ദാനത്തിന് ഒരുങ്ങുന്ന ഒരു വർഷ കാലഘട്ടത്തിനെയാണ് ന്യൂഷേറ്റ് എന്ന് പറയുന്നല്ലോ. അത് ഞങ്ങളുടെ വയനാടായിരുന്നു ഞങ്ങളുടെ ന്യൂഷേറ്റ്. അപ്പോൾ എൻ്റെ അനിയൻ മരിക്കുന്നത് ഒരു ജനുവരി മാസത്തിലാണ്. അത് കഴിഞ്ഞ് മെയ് മാസത്തിൽ ഞാൻ വയനാട്ടിലേക്ക് വണ്ടി കയറി. ന്യൂഷേറ്റിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഫോം വിളിക്കാനൊന്നും പറ്റില്ല, പത്രം വായിക്കാൻ പറ്റത്തില്ല. ഒരു വർഷം ഒരു എക്സ്ക്ലൂഡഡ് ആണ്, പുറം ലോകമായിട്ടൊരു ഒരു ബന്ധമില്ല. ബന്ധമില്ല. കത്ത് എഴുതാമായിരുന്നു ഓരോ മാസവും. അപ്പോൾ ആദ്യ മാസങ്ങളിലൊക്കെ അമ്മ കത്തെഴുതുമ്പോൾ നമുക്ക് കാണാം ആ ഒരു അമ്മയുടെ സങ്കടവും. ഒരു ന്യൂഷേറ്റിൽ പോയൊരു കൊച്ചിൻ്റെ ഒരു നോട് മകൻ എങ്ങനെയാണ് ഒരു നഷ്ടപ്പെട്ട അമ്മ എഴുതുന്നത് എന്ന ഒരു രീതിയിലൊക്കെ മകൻ നഷ്ടപ്പെട്ട എഴുതിക്കൊണ്ടിരിക്കും. അമ്മയുടെ ഒരു അതെ, സങ്കടം ഉണ്ട്. സങ്കടം അതിനകത്തുണ്ട്. മകൻ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ സങ്കടം അതിനകത്തുണ്ട്. പക്ഷെ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ആ ലെറ്ററിന്റെ ചായയൊക്കെ മാറി തുടങ്ങിയായിരുന്നു. അത് ഞാൻ തന്നെ എൻ്റെ അമ്മ അമ്മച്ചി പ്രഗ്നന്റ് ആണോ എന്ന് ഞാൻ എഴുതി ചോദിച്ചിട്ടാണ് അമ്മ അത് റിവീൽ ചെയ്തത് പോലും. അത് ഒരുപാട് സന്തോഷം നൽകിയൊരു കാര്യമാണ്. അത് നമ്മൾ പറഞ്ഞറിയിക്കാൻ അറിയില്ല. ഞാൻ ഈ അമ്മ എനിക്ക് അയച്ചു തരുന്ന ലെറ്റേഴ്സ് ഞാൻ വായിക്കുന്നതിന് മുമ്പേ എൻ്റെ ബാച്ചുകാർ ഇത് വായിക്കുമായിരുന്നു. അവരും അത്രയ്ക്ക് എക്സൈറ്റഡ് ആയിരുന്നു, അത്രയ്ക്ക് ആഗ്രഹിച്ചിരുന്നു അമ്മയുടെ കത്തുകൾ. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞേ, അമ്മ എന്തുകൊണ്ട് ഒരു വാവേ ആയിക്കൂടാ എന്ന് ചോദിക്കാൻ നിർബന്ധിക്കാനൊക്കെ കാരണം ഞാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവനെ ന്യൂഷേറ്റ് കഴിഞ്ഞ് കിട്ടിയിട്ട് സാമുവൽ ഞാൻ അവനെ ചോദിച്ചു മേടിച്ചു എന്നൊരർത്ഥത്തിൽ സാമുവൽ എന്നുള്ള സാമുവൽ എന്നുള്ള പേരിട്ടത്. പേര് ഇടാനും കാരണമായത്. പിന്നെ എത്ര നാളുകൾക്ക് ശേഷം മമ്മീനെ നേരിട്ട് ആ കാണുന്നത്? അതെ, അമ്മച്ചി പ്രഗ്നന്റ് ആയതൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ ന്യൂഷേറ്റിൽ കയറിച്ച് മെയ് മാസത്തിൽ തിരിച്ചിറങ്ങുമ്പോൾ സത്യം പറയാലോ, ആദ്യം ഞാൻ കയറുന്ന സമയത്ത് എൻ്റെ അനിയൻ മരിച്ച ഒരു മെലങ്കൊളിക്കായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര സങ്കടം നിറഞ്ഞ വീടാന്തരീക്ഷം അല്ല ഞാൻ തിരിച്ചു പോകുമ്പോൾ. ഞാനവിടെ തിരിച്ചു കയറുമ്പോൾ എൻ്റെ വീട്ടിൽ ഒരു മാസക്കാരനായ ഒരു കുഞ്ഞനിയനും ഉണ്ടായിരുന്നു. അത് ഭയങ്കര സന്തോഷം നൽകിയൊരു കാര്യമാണ്. അതൊക്കെ എത്രത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് അനുഭവിക്കുക എന്നൊക്കെ പറയുന്നത് ഇറ്റ് ലൈക്ക് സ്വർഗം ഭൂമിയിലെത്തി എന്നുള്ളൊരു സന്തോഷം നൽകിയ കാര്യമാണ്. തമ്പുരാൻ എത്രത്തോളം അനുഗ്രഹിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തെ.